കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതെന്താ തമ്പി ചേട്ടാ, നിങ്ങൾ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം ഇവിടെ സെക്യൂരിറ്റി പണിക്കുന്നു? സെക്യൂരിറ്റി പണിയൊന്നുമല്ലടാ. പിന്നെ ആ മനോഹരൻ ഒരു സെറ്റപ്പ് ബോക്സ് കൊണ്ട് വീട്ടിൽ വെച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതോട്ട് വർക്ക് ചെയ്യണില്ല. ഇവന്മാരെ ഫോൺ വിളിച്ചാലോ ഇന്ന് വരാം നാളെ വരാമെന്നും പറഞ്ഞ് എന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ കയ്യിലെങ്ങാനും ഇവനെ കിട്ടിയോ? അല്ല, അവന്മാരിവിടെ ഇല്ലേ? അവന്മാരിവിടെ ഇല്ലടാ, പുറത്തേക്ക് എവിടേക്കാ പോയിക്കണേ. ആഹാ, കൊള്ളാലോ. ഞാനവരെ കണ്ടിട്ട് ഇവിടെ നിന്ന് പോകൂ. ആ അമ്പളിയുടെ വണ്ടി വന്നിട്ടല്ലോ, വരട്ടവൻ. ദൈവമേ, ആളുകൾ അറിഞ്ഞ് കൂടിയിട്ടുണ്ടോ? പണി പോളിന്നാ തോന്നണ. എടാ, ഇന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും ഒളിച്ചുകളി ഞാൻ അവസാനിപ്പിക്കും. വിട്ടേക്ക് തമ്പി ചേട്ടാ, നമ്മളെ പിള്ളേരല്ലേ, അവര് വെറുതെ വിട്ടുകളാ. അതെ, അവരെവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. എടാ, അവർക്ക് രണ്ടുപേർക്കും ആ വിചാരം വേണ്ടേ? തമ്പി സാറേ, ചെയ്താലിക്ക മനഃപൂർവ്വം ചെയ്തതല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനം എടുത്തിട്ട് തന്നെയാണ്. നിങ്ങൾ ഒരുമിച്ചാ രണ്ടിച്ചാ ജീവിക്കുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്നേ പറഞ്ഞോളൂ. ഇതിലൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ രണ്ടിനെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. ദേ തമ്പി സാറേ, ഞാനൊരു കാര്യം പറയാ. നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ രണ്ടാളെയും തല്ലിക്കൊന്നാലും ശരി, ഈ കാര്യത്തിൽ വേറൊരു തീരുമാന വ്യത്യാസം ഇല്ലാട്ടാ, ഉറപ്പാണ്. നീ എന്താണ് ഈ പറയുന്നത്? എന്താണ്? ഞങ്ങളുടെ രണ്ടുപേരുടെ കേബിളിന്റെ കാര്യം പരിഹരിക്കണം നിന്നോട് പറയുന്നത്. അതായിരുന്നാ? പിന്നല്ലാതെ. ഇതറിഞ്ഞിട്ടില്ല. ഏത്? അല്ല, ആരെയാണ് സാറ് വിളിച്ചത്? മനോഹരനെ. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. അതെ, സാറ് പറയണ മര്യാദയാണ്. ഒരു പണിയായി. സാറ് വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ 2 ദിവസത്തിനുള്ളിൽ വന്ന് ശരിയാക്കി തരാം. പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ വരാ. ഒരു 5 മിനിറ്റ് എനിക്ക് തരൂ, ഞാൻ കയറി ടൂൾസ് എടുക്കട്ടെ. ഞാൻ ഇപ്പൊ തന്നെ വന്ന് ശരിയാക്കി തരാം കേട്ടാ. അതെ, അദ്ദേഹത്തിന്റെ മാത്രമല്ല, എന്റെ കാര്യം ആര് പരിഹരിക്കും? അമ്പിളി പരിഹരിക്കും. ഇന്ന് പരിഹരിക്കും. ആണോ? ആദ്യം തമ്പി സാറിന്റെ വീട്ടിൽ പോവാ. കൂടുതൽ ഒച്ചെടുത്തത് തമ്പി സാറല്ലേ. അപ്പൊ ഞാൻ എന്താ ലോക്കലിന്റെ അല്ല, നമുക്ക് ഇന്ന് ചെയ്യാം. എനിക്ക് മനസ്സിലായി, മര്യാദയാണ് നിങ്ങൾ പറയണ. ഓഹോ, 5 മിനിറ്റ് വേഗം പോയിട്ട് വാ. അങ്ങോട്ട് നീങ്ങിന്നോ. അതെ, ഒച്ചപ്പാട് തൊട്ട് പേടിക്കണ്ട, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. ടൂൾസ് എടുത്തേ, ടൂൾസ് ആ വണ്ടി കണക്കല്ലേ. മനോഹര, എന്റെ മണ്ട മുതലാളി, മനോഹര നീട്ടി വിളിക്കല്ലേ, തമ്പി പുറത്തുണ്ട്. മണി രമേശോ രാധാകൃഷ്ണോ വിളിച്ചോ, അത് പ്രശ്നമില്ല. എടാ, ആരെങ്കിലും ഇങ്ങനെ വരുമ്പോ നീ ഡീൽ ചെയ്തവരെ പറഞ്ഞു വിടണ്ടേ, അല്ലാതെ ഇതിന്റെ അകത്തിട്ട് കയറി ഇരുന്നിട്ട് എല്ലാം കൂടി എന്റെ തലയിലേക്ക് വെക്കണം. അത് പോട്ട് മുതലാളി, ഷാഹിനിന്റെ കാര്യം എന്തായി? ഓളെ കൊണ്ടെന്നാ? എടാ, വണ്ടിയിൽ ഷാഹിനി ഇരിക്കണ കാര്യം ഈ തെണ്ടി അറിയണ്ട. ഇവനെങ്ങാനും അറിഞ്ഞ അത് ലോകം മുഴുവൻ പറഞ്ഞ് പാട്ടാക്കി കൊളാവും. തൽക്കാലം ഇപ്പൊ ഇവനോട് ഇത് പറയണ്ട. ഷാഹിനെ കൈവിട്ട് പോയി മനോഹര. എന്തായി മുതലാളി? പറ, എന്നോട് പറ, മനോഹരനോട് പറ. എന്തായി പറ. നമുക്ക് അവള് വിധിച്ചിട്ടില്ലടാ. നീ ഒരുത്തിനെ ചുവന്നുകൊണ്ട് വന്നില്ലേ, തിരിച്ചുണ്ടാക്കിയല്ലോ. ഞാൻ അവളെ തിരിച്ചുണ്ടാക്കി ചെന്നപ്പോഴേക്കും സമയം വൈകിപ്പോയി. അപ്പൊ ഇവള് റോട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കണിട്ട് അവളുടെ വാപ്പാനോട് ആരോ വിളിച്ചു പറഞ്ഞു. വാപ്പ വന്നിട്ട് അവളെ കൊണ്ടുപോയി. നന്നായി, കാരണം ഒരു പ്രശ്നമില്ല. ബാപ്പേരപ്പന പോയത്, നമുക്കെന്താ പ്രശ്നം? നമുക്കത് വിധിച്ചിട്ടാ വേണ്ട. നമുക്ക് വേറെ മണി പോലത്തെ പെണ്ണിനെ കിട്ടും. ഞാൻ കൊണ്ട് അതെ, നീ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. പോട്ടെ, ഭയങ്കര വിശപ്പ്. നീ പോയിട്ട് 2 ബിരിയാണി മേടിച്ചിട്ടോ. എന്റെ മുതലാളി, ഞാൻ പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. എന്റെ മണ്ട മുതലാളി, സാധാരണ ഒരു പ്രണയം നഷ്ടപ്പെട്ട പച്ച വെള്ളം കുടിക്കൂല. നിങ്ങൾക്ക് ബിരിയാണി എങ്ങനെ തോന്നു മുതലാളി? ആയോ, ഇനി പ്രയാസപ്പെട്ടിട്ട് എന്താ കാര്യം മനോഹര? നീ ഒരു പണി കഴിച്ചെന്ന് വാങ്ങിക്കൊണ്ടോ. എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്. 2 എണ്ണം വാങ്ങിക്കോ. 3 എണ്ണം ആയിക്കോട്ടെ. എന്തിനു 3 എണ്ണം? 2 എണ്ണം എനിക്ക് നല്ല വിശപ്പ് മുതലാളി. ആയിക്കോട്ടെ. അതിനാണോ? ഇപ്പൊ തൽക്കാലം 2 എണ്ണം മേടിച്ചാൽ മതി. നീ എനിക്ക് മതിയോ? ശരി, അത് നമുക്ക് വന്നിട്ട് ആലോചിക്കാം ആയിരിക്കാണെന്ന്. പൈസയോ? പൈസ ഞാൻ ഓൺലൈൻ ചെയ്തോളാടാ, നീ അയാളോട് പറഞ്ഞേച്ചാ മതി. ഓ, എന്ത് പട്ടാളം തമ്പിണ്ടാടാ, ഞാൻ ഇതില് പോയിക്കോളാം. നമ്മളോടാ കളി. എന്റെ കാരണന്മാരെന്തോ തക്കതായ തെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെ ഇതിനെ ചുമക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരൂലായിരുന്നു.
ആ തപ്പിച്ചിട്ട് പോവാ. അപ്പോ അല്ല ചെയ്താലിക്ക് എന്തി ചെയ്താലി ഞാൻ പറഞ്ഞു വിട്ട് എന്റെ പണി കഴിഞ്ഞിട്ട് നീ അങ്ങോട്ട് ചെല്ലൂന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അത് നന്നായി. തിരക്ക് പിടിച്ചാൽ നന്നാവൂല. അതെ ഇങ്ങനെ വന്ന് ചേട്ടൻ ഇതൊന്ന് പിടിച്ചിട്ടേ ആ വണ്ടിയുടെ അകത്ത് കയറിയിരിക്കും. ഞാനൊരു സാധനം കൂടി ഒന്ന് എടുത്തേക്കട്ടെ. എടാ ഇതൊക്കെ എടുത്ത് ഒരുമിച്ച് ഇങ്ങോട്ട് പോന്നാ പോരെ, വെറുതെ മനുഷ്യന്റെ സമയം കളയാനായിട്ട്. അല്ലെന്ന് ഒറ്റ പോക്കിൽ ക്ലിയർ ആയിട്ട് വരാല. ചേട്ടൻ അത് അകത്ത് കയറിയിരിക്കും. വേണ്ട ഞാൻ ഇവിടെ നോളാം. അത് വെയിൽ കൊള്ളാൻ പാടില്ലെന്ന്. അത് അകത്ത് കയറി ഇരുന്നിട്ട് അനക്കാതെ മടിയിൽ വെച്ചോണ്ടിരിക്കും. എടാ അതിനെവിടെ വെയില്. വണ്ടി ഞാൻ പറഞ്ഞാ വേണ്ടേ? നീ വന്നേ. ആ അതകത്ത് കയറിയിരിക്കും. ഒരു ടെക്നീഷ്യൻ അല്ലേ പറയണത്. ഞാനിവിടെ നിന്നോളാന്ന്. ചേട്ടൻ അകത്ത് കയറി അത് അനക്കരുത്. ഇരിക്കേ. നിന്നെ കൊണ്ട് തോറ്റട്ടോ. ഒരു കാര്യം ചെയ്യുമ്പോ വൃത്തിയായിട്ട് ചെയ്യാല. ആ അനക്കല്ലേ അനക്കല്ലേ. നേരെ നോക്കിയിരുന്നോ കേട്ടാ. ആ ഞാൻ ഒന്ന് എടുത്തേക്കട്ടെ അത്. ഷാഹിന ഞാനാണ് കേട്ടാ. അതെ വണ്ടിയുടെ അകത്തൊരു കസ്റ്റമർ ഇരിപ്പുണ്ട്. അയ്യോ അയാൾ ഒഴിവാക്കാൻ നോക്കിട്ട് പോണില്ല. എന്നെ കൊണ്ടേ പോവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ? ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് അയാളുടെ കൂടെ പോയിട്ട് പെട്ടെന്ന് വരാം. നീ വണ്ടിയുടെ അകത്തിരിക്കണ്ട, ഒരു ഓഫീസിന്റെ അകത്തിരുന്നു. അപ്പൊ അയാൾ എന്നെ കാണില്ലേ? ഇല്ല, അയാളെ വണ്ടിക്ക് അകത്താക്കിയേക്കാൻ. നീ പതുക്കെ ഇറങ്ങിയാ മതി. പതുക്കെ പോലെ നീ വേഗം ഇറങ്ങ. അകത്തോട്ട് അകത്തോട്ട് അതെ നീ ഞങ്ങളുടെ അകത്തോട്ട് കയറി ഇരുന്നോട്ടാ. എന്താണ് ഇവള് കാണിക്കണത്? ഇങ്ങോട്ട് മാറുന്നു. കാണില്ല, ഞാൻ ഇവിടെ ഷാഹിന നീ ഇവിടെ ഒന്ന് അടങ്ങി ഒതുങ്ങി നിക്ക്. പുറത്ത് ആളുകൾ നിക്കാണ്. ഇവിടെയാണോ താമസിക്കാൻ പോന്നെ? താമസിക്കണൊക്കെ പിന്നെ തീരുമാനിക്കാം. നീയേ ഇവിടെ സമാധാനമായിട്ട് നിക്ക്. ഞാൻ പോയിട്ട് ഇപ്പൊ തന്നെ വരാം കേട്ടോ. ആ പെട്ടി വണ്ടിയിലിരിക്കണ ആളെ എന്നെ കൊണ്ടുപോകാമെന്നാണ്. ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാം കേട്ടോ. ഞാനും വരട്ടെ. ഷാഹിന ഞാൻ ടൂറ് പോണേലാന്ന്. അയാൾക്കൊരു കംപ്ലൈന്റ് ആണ്. ഞാനൊന്ന് ശരിയാക്കി കൊടുത്തിട്ട് വരാം. നീ ഇവിടെ സമാധാനമായിട്ട് നിക്ക്. അതെ ഞാൻ പുറത്തുനിന്നൊന്ന് പൂട്ടും. പേടിക്കണ്ട, വേറെ ആരും വരാതിരിക്കാനാണ്. ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. നീ ഇവിടെ സമാധാനമായിട്ട് ഇരിക്കും. ബോറടിക്കാതിരിക്കാൻ അതിൽ നെറ്റിൽ എന്തെങ്കിലും കണ്ടിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ കാണണ്ട. എന്താടി? എനിക്ക് വിശക്കുണ്ട്. എന്റെ പൊന്നാര ഷാഹിന, ഈ നേരത്ത് ഭക്ഷണം ചോദിക്കണം നിന്നെ സമ്മതിക്കണോട്ടാ. വഴക്കിടണ്ട, ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവനിപ്പോ കൊണ്ടുവരും. ഞാനും കൂടി വന്നിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം കേട്ടാ. ആ പിന്നെ നീ ഇവിടെ ഉള്ള കാര്യം ഞാൻ മനോഹരനോട് പറഞ്ഞിട്ടില്ല. അവനൊരു വെളിവുകേട്ട് സാധനമാണ്, ആളുകളോട് പറഞ്ഞു നടക്കും. അപ്പൊ അവൻ ഈ പരിസരത്ത് വന്നാൽ നീ പിടുത്തം കൊടുക്കണ്ട, ഒതുങ്ങി നിന്നേര് കേട്ടാ. എന്താണ്? എന്റെ ദൈവമേ, ഐ ലവ് യു ടു. കിളി പോയ സാധനമാണ്. അതെ ഞാൻ ദേഷ്യപ്പെടുന്നൊക്കെ ടെൻഷൻ കൊണ്ടാണ്ടാ. പേടിക്കൊന്നും വേണ്ട, ഇവിടെ സമാധാനമായിട്ടിരുന്നു. ഇപ്പൊ വരാം കേട്ടാ. ആ
പോവാം പോവാം. ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ കണ്ടില്ലേ പിന്നെ വന്നു കഴിഞ്ഞിട്ട് അത് കഴിക്കാം കേട്ടാ. മടിയിൽ വെച്ചോ എടുക്കാം കേട്ടോ. പോവാം. എന്റെ പൊന്നു സാറേ എന്നെ എപ്പോഴും പിടിക്കല്ല. കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് ഇന്ന് സ്ഥാപന അവധി. ഇത്ര പെട്ടെന്ന് നമ്മളൊരു വാക്ക് പറഞ്ഞൂടെ നേരെ. ഇനി മുതലാളി ഷാഹിനെ പോയതിൻ്റെ വിഷമത്തിൽ തൂങ്ങിച്ചാവാൻ പോയിട്ടുണ്ടാവുക. ഇല്ലപ്പ, അങ്ങനൊന്നും ഉണ്ടാവില്ല. ബിരിയാണി ഏതും കഴിക്കാം. TV ഓഫാക്കാണ്ടാ പോയത്. എന്നെ പരിപാടി കറണ്ടിന്റെ വിഷയം എത്രാന്ന് ചോദിച്ചിട്ടാണ്. കേബിളിന്റെ പൈസ കണക്ഷൻ എടുത്തിട്ടാണ് കറണ്ടിന് വിഷയം കൊടുക്കരുത്. TV ഓണായിരുന്നല്ല, ഇപ്പൊ ഞാൻ കേട്ടല്ലേ. മുതലാളി വന്നില്ല. കറണ്ടില്ലേ? കറണ്ട് പോയില്ല. കറണ്ട് ഉണ്ടല്ലോ. ഈ ലൂസ് കണക്ഷൻ ആയിനിപ്പാ. ആയിട്ടുണ്ടാവും. മുതലാളിയോട് പറയണം. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മുതലാളി. നല്ല അടിപൊളി ബിരിയാണിയാണ്. ഈ മുതലാളി എവിടെയാ പോയത്? ഒന്നെനക്കും ഒന്നും എൻ്റെ മുതലാളിക്കും. അല്ലെങ്കിൽ വേണ്ട, ഒന്നെനക്കും മറ്റതെനക്കന്നെ. കുറച്ച് വെള്ളം എടുക്കാം. തൊണ്ട കുടിച്ച് മരിച്ചു കഴിഞ്ഞാൽ മരിച്ചാലും നാണക്കേട് തീരൂല. എടാ കുപ്പി. മുതലാളി എവിടെയാണ് പോയത്? വേണമെങ്കിൽ പറ്റേ ബിരിയാണി കഴിക്കാം. അല്ല ബിരിയാണിയുടെ പോയത്? അല്ല, ഞാളുടെ വെച്ചതല്ലേ. വേറെ ആരെങ്കിലും വന്ന് എടുത്തിട്ട് പോയാ?
വെള്ളോ? ഹലോ, അമ്പിളീസ് കേബിൾ നെറ്റ്വർക്ക്. പറ്റൂല, ഇല്ല, ഇന്ന് വരാൻ പറ്റില്ല. ആ, എന്തിൻ്റെയോ പ്രതിഷേധ സൂചകമായിട്ട് അമ്പിളീസ് കേബിൾ നെറ്റ്വർക്ക് ഇന്ന് ലീവാണ്. താങ്ക് യു. എന്താ സുബേർ, എന്ത് പറ്റി? നിന്നടാ വണ്ടി നിർത്തിയത്? നീ ഷാഹിനെ കണ്ട? മിസ്സിങ്. അവള് മിസ്സിംഗ് ആണ്, അതുകൊണ്ടല്ലേ നമ്മൾ അന്വേഷിച്ച് പോണത്. ഇല്ല കൊച്ചാപ്പ, വണ്ടിക്ക് ഒരു മിസ്സിംഗ് ആണ്. വണ്ടിക്കൊരു മിസ്സിംഗ്? എല്ലാരും ഒന്ന് ഇറങ്ങിക്കേ, ഒന്ന് നോക്കാം. എന്റെ സുബേറെ, ഇങ്ങനെയുള്ള കാര്യത്തിന് പോകുമ്പോഴെങ്കിലും ഒരു നല്ല വണ്ടി കൊണ്ടുവരണ്ടേ? കുഴപ്പമില്ല കൊച്ചാപ്പ, ഇപ്പൊ ശരിയാക്കാന്നേ. എപ്പോ ശരിയാക്കാന്ന്? ഇപ്പൊ ശരിയാവും. എന്റെ അല്ലാ, ഇത് ശരിയാക്കി കൊണ്ട് വരുമ്പോഴത്തേക്കും അവളെ കൊണ്ട് കുവൈത്തിൽ എത്തിക്കാണ്. എങ്കിൽ കുവൈറ്റിൽ പോയി പോക്കും നമ്മളവളെ. അങ്ങനെയാണ് എനിക്ക് വരാൻ പറ്റില്ല. അതെന്ത്? ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടില്ല. ആണാ? ഗോവിന്ദൻകുട്ടി, ഞാൻ വിചാരിച്ചതേടാ നീ കൊണ്ടുവന്ന ഈ രണ്ടെണ്ണമാണ് പാഴുകളെന്നാണ്. കറക്റ്റ്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നീയാണ് മുതുപാഴ്. എടാ നോക്കി നിൽക്കുക, ആദ്യം ഇത് പൊക്കടാ. പൊക്കടാ, പിന്നെ അവളെ പൊക്കൽ കിട്ടും. എല്ലാം കൂടെ വാരിയിട്ട് വലിച്ച് കത്തിച്ച് കളയടാ. കൊച്ചാപ്പ റബ്ബേ, ഇതെല്ലാം കൂടെ ശരിയാക്കിയിട്ട് ഞാൻ എപ്പോ അവളെ കണ്ടുപിടിക്കാനാണ്? ഷാഹിന, ഷാഹിന, ആരാ? നിന്റെ ബാപ്പ വാതിൽ തുറക്കടി. അയ്യോ, ബാപ്പനെ കൂട്ടിയാണോ വന്നേ? കളിക്കാൻ നിൽക്കലും വാതിൽ തുറക്കുന്നത്. എന്താ കളിക്കണ നീ? അമ്പിളിക്ക, ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും ആ കണ്ടായിരുന്നോ? കണ്ട്, നിന്റെ വാപ്പ കണ്ട്. പിന്നെ എന്റെ വാപ്പ കണ്ടെങ്കിൽ നിങ്ങൾ ഈ പരുവത്തിൽ ഇവിടെ വന്ന് നിൽക്കത്തില്ലല്ലോ. തമാശ പറയാം, മനുഷ്യൻ ചക്രശ്വാസം വലിച്ച് നിൽക്കുകയാണ് ഇവിടെ. ഇതെന്തൊരു ബിരിയാണിന്റെ മണം. സൂപ്പർ ബിരിയാണി ആയിരുന്നു, ഞാൻ കഴിച്ചു. ആരും ഉണ്ടെന്ന്? മനോഹരേട്ടൻ. അവൻ കൊണ്ടെന്നാ? ആ. എന്നിട്ട് നിന്നെ അവൻ കണ്ടാ? എന്നെ കണ്ടില്ല, ഞാൻ കണ്ടു. ഏ, ഞാൻ കണ്ടു. എന്നിട്ട് അവനെവിടെ? പേടിച്ചോടി. പേടിച്ചോടെ? ആ. നിന്നെ അവൻ കണ്ടില്ലേ, പിന്നെ അവൻ ആരെ കണ്ട് പേടിച്ചോടാൻ? അതൊക്കെ വലിയൊരു കഥയായിക്കാ. എന്താ ഇവിടെ നടക്കണ സത്യത്തില്? എന്നിട്ട് നിന്റെ വിശപ്പ് കേട്ടാ? ആ, ഏറെക്കുറെ. ആ, അതെ, ഞാൻ നേരം വെളുത്തപ്പോ തൊട്ട് പച്ചവെള്ളം കഴിച്ചിട്ടില്ല. നീ അത് മറ്റേത് ഇങ്ങോട്ട് എടുക്ക്. ഏത് മറ്റത്? 2 ബിരിയാണി മേടിച്ചിട്ടുണ്ടായില്ലേ? അത് രണ്ടും ഞാൻ കഴിച്ചു. എന്ത്? രണ്ടും ഞാൻ കഴിച്ചു. രണ്ടും നീ എടുത്ത് തിന്നാ? ഉം. എന്റെ പൊന്ന് ഷാഹിന, എന്റെ തറവാട് വിൽക്കേണ്ടി വരുമോ നിനക്ക് തീറ്റ തരാൻ? എന്തിനാക്കെ ഇങ്ങനൊക്കെ പറയുന്നത്? ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അങ്ങ് പോയേക്കാം. എന്നോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് നീ അത് കാണിക്കണ തിന്നിട്ടാണാ? ഇത് വൈരാഗ്യം തീർക്കണം എന്നാണ് പറയണ. ആ, വിശന്നിട്ടല്ലേ, പോട്ടെ. അതേ വിശന്നിട്ടാ, ഒരെണ്ണം കിട്ടാ ഇനിയും കഴിക്കും. ആ, ചില ആളുകൾക്ക് അങ്ങനെയാണ്. ടെൻഷൻ വന്നാൽ ഭയങ്കര വിശപ്പായിരിക്കും. നമ്മുടെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അത്ര ടെൻഷനൊന്നും എടുക്കണ്ട കേട്ടാ. നിനക്ക് എങ്ങനെ പറ്റണ ഷാഹിന ഇത്രയും ടെൻഷൻ്റെ ഇടയിൽ ഇങ്ങനെ കളിച്ച് ചിരിച്ച് നിൽക്കാൻ?
ഞാനൊരു ആണായിട്ട് പോലും എനിക്ക് പേടിയായിട്ട് പാടില്ല. അതെന്താന്നറിയോ ഇക്കാ, നാട്ടുകാർ തല്ലാൻ വന്നാലും ഞങ്ങൾ പെണ്ണുങ്ങളെ ഒന്നും ചെയ്യത്തില്ല, നിങ്ങൾ ആണുങ്ങളെ തല്ലുള്ളൂ. അത് ശരി, എല്ലാം കൂടെ പഠിച്ചിട്ട് ഇറങ്ങിയൊക്കെയാണ്. ആ